എന്തു പറ്റി? ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഇപ്പൊ വരാം. സമയമായി. ഒരേ ഒരു നിമിഷം. അമ്മയുടെ ആഗ്രഹം പോലെ എന്റെ ജാതകത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി. അനുഗ്രഹിക്കണം അമ്മേ. അമ്മയുടെ ഉത്സവ ദിവസം ആ മൂക്കുത്തി എടുത്ത് ധരിച്ച് നിനക്ക് നിവേദ്യം സമർപ്പിക്കുന്നതിന് അർഹതയുള്ള ആ മരുമകളെ എന്റെ വീട്ടില് എത്രയും പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ പോകുന്നു. യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും വരുത്താതെ ഞങ്ങളെ കാക്കണേ അമ്മേ. ഈ സമയത്ത് ആ റൂമിലേക്ക് എന്തിനു പോയതാണാവോ? എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കാന്നാ തോന്നുന്നത്. ഈ വിഗ്രഹം എന്തിനാ? പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാ. അങ്ങോട്ടേക്ക് എന്തിനാ? അമ്മയെക്കുറിച്ചും ഈ തകിടെഴുത്തുകളും ഈ രാഖി യന്ത്രങ്ങളും ഈ മൂക്കുത്തിയെക്കുറിച്ചും നമ്മുടെ വംശം തലമുറകളായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് അമ്മയെ സാക്ഷി നിർത്തി നിശ്ചയത്തിന്റെ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നടത്താം. എന്നാലേ ഈ അമ്മയ്ക്കൊരു തൃപ്തി വരൂ മോനെ. ഇതിനെക്കുറിച്ച് അവർക്കൊക്കെ നന്നായി അറിയുന്നതല്ലേ, പിന്നെ ഈ ബിൽഡപ്പ് ഒക്കെ എന്തിനാ? അമ്മയെ സാക്ഷി നിർത്തി നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആരും ഇതിനെ ഇനി എതിരെ നിൽക്കണ്ട. നടക്കുമോനെ. ഞാനിപ്പോ എല്ലാം പറഞ്ഞ അമ്മയ്ക്ക് സങ്കടമാവും. ഈ നിശ്ചയം എങ്ങാനും നടന്ന പിന്നെ ആവനിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. വലിയ വീട്ടിലെ മരുമകളാകാൻ പോവല്ലേ. നീ ഒരുപാട് ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാ. ഈ കാര്യത്തിൽ ഞാൻ ഏതോ ജന്മം ചെയ്ത പുണ്യത്തിന്റെ ഫലമായിരിക്കും. ആദിത്യ മര്യാദകളിൽ ഒരു കുറവും വരാണ്ട് തന്നെ നോക്കണം. തീർച്ചയായും പഠിക്കരേ. അവരെത്തിയേട്ടാ. പണിക്കരെ, ഞങ്ങൾ അവരെ സ്വീകരിച്ചു കൊണ്ടുവരാം. ആയിക്കോട്ടെ. വീട് വളരെ ചെറുതായി തോന്നുന്നല്ലോ. എന്നാ സ്വഭാവ ഗുണങ്ങളിൽ ഇവര് ചെറിയവരായിരിക്കില്ല രാധ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം. സുഖമാണ് മോനെ. പവിത്രമോളുടെ അച്ഛനും അമ്മയും മോനെ. അകത്തേക്ക് പോമനെ. വരൂ.
വന്നാട്ടെ. മോളെ ഇരുന്നോളൂ, മോളെ ഇരുന്നോ, ഇരിക്കും മോനെ. നിങ്ങളുടെ കുലദൈവം അന്നപൂർണ്ണമാതയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മോളെ. നിശ്ചയകർമ്മം അമ്മയെ സാക്ഷി നിർത്തി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ശുഭം. അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവും. എന്റെ ഏട്ടന്റെ അമ്മ ശ്രീകറിന് എന്നേക്കാ വലിയ വീട്ടിൽ നിന്നൊരു ബന്ധം കൊണ്ടുവരുമെന്നാ കരുതിയത്. നിങ്ങൾ ആ ചാൻസ് മിസ്സാക്കി കളഞ്ഞു. ലാവണ്യ, ഉള്ളതല്ലേ അമ്മേ. എന്തോ ഒരു ജാതകം ചേരുന്നെന്ന് കരുതി എന്റെ മോളേക്കാൾ ഭംഗിയൊന്നുമില്ല, ശ്രീകണ്ഠനും ചേരുന്നില്ല. വസന്ത, എവിടെ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ? ഇവർക്കുള്ള ഭാഗ്യമൊന്നും എനിക്കും എന്റെ മോൾക്കും ഒന്നും ഇല്ലല്ലോ. എന്നാലും ഇത്രയൊക്കെ നടന്നിട്ട് നടക്കാനുള്ളത് നടക്കാതെ നിന്നു പോകുന്നാണോ? നിങ്ങളുടെ ആശയൊക്കെ നടന്നില്ലേ? അത് സത്യ. ആസ്തി കൊണ്ടാണെങ്കിലും അന്തസ് കൊണ്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനോട് മത്സരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുമായി ഒരു വിവാഹബന്ധം കൂടാനുള്ള ഭാഗ്യം പോയിട്ട് നിങ്ങളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നല്ലോ. ഞാൻ ആസ്തിയേക്കാൾ വാക്ക് പാലിക്കുന്നവർ മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും മനസ്സുകളിൽ ജീവിക്കും. അവിടെ കുറെ നാടുകള് പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ അതിന് അർഹതയുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടണം. അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയും നല്ല മകൾക്ക് ജന്മം കൊടുത്ത നിങ്ങളോടൊപ്പം ഈ ബന്ധം ഉറപ്പിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാ ഞങ്ങൾ കരുതുന്നത്. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. എന്റെ ഭാര്യ പറഞ്ഞത് സത്യമാണ്. ഈ സമയത്ത് സ്ഥാനമാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സമയം കളയാതെ ചടങ്ങുകൾ തുടങ്ങാം. പണിക്കരെ. ആയിക്കോട്ടെ മോളെ, കുട്ടിയെ വിളിച്ചോണ്ട് വരിക. ആയിക്കോട്ടെ പണിക്കരെ. ഒരു തടസ്സവും ഇല്ലാണ്ട് എല്ലാം നടക്കുന്നല്ലോ. ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് നിക്കണേ അമ്മേ. എന്തു പറ്റി മോനെ? പറഞ്ഞോ. അതച്ചാ, എനിക്ക് എന്ത് പറ്റി കുഞ്ഞളിയാ? അത് പറയടാ. പറയും മോനെ. എനിക്കമ്മേ ആ കുട്ടിയോട് സംസാരിക്കണം. പെണ്ണിന്റെ അമ്മയോട് എന്ത് സംസാരിക്കാൻ അളിയാ? അളിയ, അവൻ പറഞ്ഞത് പെണ്ണിനോട് സംസാരിക്കണമെന്നോ? ഓ, അങ്ങനെയോ? ആ, എനിക്കൊന്ന് ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ നിശ്ചയം തീരുമാനിച്ചതല്ലേ, ഇനി എന്താ സംസാരിക്കാൻ? അമ്മയുടെ വാക്കും എന്റെ വാക്കും ഒന്നാന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കണ്ട് താല്പര്യമില്ലെന്ന് പറയാനാണെങ്കിലോ? നിന്റെ ആഗ്രഹം ഇനിയും തീർന്നില്ലേ? ഇതുവരെ അവൻ പെൺകുട്ടിയുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നതുകൊണ്ടാ ഈ നിശ്ചയത്തിന് അവൻ വന്നത്. അവനൊന്ന് സംസാരിക്കണമെങ്കിൽ അതിലെന്താ തെറ്റ്? ലോകനാഥൻ സർ, ഇതിന് നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ. അതിനിപ്പോ എന്താ പ്രശ്നം മോനെ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണയല്ലേ. ചെല്ലുമോനെ.
ഹലോ ഗീത, ഞാൻ അവണിയാ. അവനി, സുഖാണോ നിനക്ക്? നാട്ടിലേക്ക് എത്തിയതുപോലെ ഉണ്ടല്ലോ. ചെന്നൈന്ന് വന്നു നീ? ഞാൻ വന്നു. ഇപ്പൊ എവിടെയുള്ളത്? ശ്രീകർ അദ്ദേഹത്തിന്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അവനെന്ന് വിളിച്ചുകൊണ്ടിരുന്ന നീ ഇപ്പോ അദ്ദേഹം എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? ശ്രീകർ നിന്നെ കല്യാണം കഴിച്ച പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? ഏയ്, ഒരു തമാശക്ക് പറഞ്ഞാണെന്നേ, വിഷമാവണ്ട, ദേഷ്യവും തോന്നണ്ട. ആപത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ആശ്രയം കൊടുത്തവനാ. ഹീസ് ഗ്രേറ്റ്. എനിക്ക് ആശ്രയം മാത്രമല്ല, എന്റെ കഴുത്തിൽ താലി കെട്ടി അവന്റെ ഭാര്യയാക്കി എനിക്കൊരു പുതിയ ജീവിതം തന്നെ തന്നു. എന്താ പറയുന്നതെടി? അതെ ഗീത, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. സത്യമാണോ? ഇപ്പൊ നീ തമാശക്ക് പറഞ്ഞത് ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമായി. അയ്യോ, എനിക്കെന്നെ തല പിരിക്കുന്നുണ്ടടി. വല്ലാത്ത ഷോക്കായി പോയല്ലോ. നിന്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി സിമ്പതി കൊണ്ട് ചെയ്തതാണോ? അവനെന്തോ പരിഹാരം കണ്ടെത്തിയെന്ന് പറഞ്ഞത് അത് ഇതാണോ? സിമ്പതി കൊണ്ട് കെട്ടിയതല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കെട്ടിയതാ. ഇഷ്ടോ? അതെപ്പോ? അവൻ എന്നെ കണ്ട ആദ്യ നിമിഷം തൊട്ട് അദ്ദേഹത്തിന് എന്നോട് തോന്നിയൊരു ഇഷ്ടം, അതിപ്പോ ഞങ്ങളുടെ കല്യാണം വരെ എത്തി നിൽക്കാം. സത്യമായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീയാണെങ്കിൽ ഇതിപ്പോ സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാതിരിക്കുമായിരിക്കും. ശ്രീകറിന്റെ ഒരു റിച്ച് ആയിട്ടുള്ള വലിയ ഫാമിലി ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോ അന്ന് അയാള് പറഞ്ഞതുപോലെ വലിയ വീട്ടിലെ മരുമകളായി. ഈ കാര്യം ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷാവും. എന്ന് കരുതി തിരക്കിട്ട് പറയണ്ട. അളിയനെങ്ങാനും ഇതറിഞ്ഞോ അത് പിന്നെ പ്രശ്നവും. സമയാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. അത് ശരി. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയത് എന്തിനാ? മകന്റെ കല്യാണത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ഊരും പേരും അറിയാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാ എങ്ങനെ അവര് റിയാക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലുള്ളവരെ പതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുശേഷം എന്നെ കൊണ്ടുപോകാന്നാ പറഞ്ഞത്. അതും ശരിയാണടി. ശ്രീകറിന്റെ പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നിന്നെ കണ്ടു കഴിഞ്ഞാ ഉടൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നേ. നിന്നെ പോലൊരു പെൺകുട്ടി ആർക്കാ ഇഷ്ടാവാത്തെ? അങ്ങനെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷേ എന്താ ഉണ്ടാവാന്ന് നമുക്കറിയില്ലല്ലോ. എന്തോ ഒരു തരം പേടി മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗീത. ഇനി അഥവാ എന്റെ നിർഭാഗ്യം കാരണം അവരെന്നെ ഒരിക്കലും അംഗീകരിക്കാതിരുന്ന എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയല്ലേ അവനെ. ഇത്രയും കാലം ഞാൻ കണ്ടത് കഷ്ടപ്പാടുകളാ. ഇപ്പൊ ഞാൻ കാണുന്നത് ഏകാന്തതയോ. അത്ര നല്ലൊരാള് നിന്റെ കൂടെ ഇല്ലേ? ഇനി എന്ത് ഏകാന്തതയാ? അദ്ദേഹം ഇല്ലാത്ത ഈ സമയം, ഈ നിമിഷങ്ങൾ ഒറ്റയ്ക്കായി പോയെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുമില്ലെന്നേ, എല്ലാം നല്ലപോലെ നടക്കും. നീ വിഷമിക്കണ്ടാട്ടോ. നീ ഗസ്റ്റ് ഹൗസ് എവിടെയാന്ന് പറയേ, ഞാൻ വന്ന് കണ്ടോളാം. ഞാൻ പറയുന്നത് വരെ ഒന്നും വേണ്ടടി. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. ശത്രുവിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഭർത്താവിനെ കിട്ടിയതിന് ഞാൻ സന്തോഷിക്കണോ? ഇനി അങ്ങോട്ടുള്ള നിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് ഭയപ്പെടണോ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാവി വരനെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റാന്ന് കരുതി കാത്തിരിക്കാ പാവോടി. എക്സ്ക്യൂസ് മീ. ആ ശ്രീകർ വന്നല്ലോ. തന്നെ കുറിച്ച് ഞങ്ങളിപ്പോ പവിത്രയോട് സംസാരിക്കുകയായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുന്നേ ഇങ്ങ് എത്തിയല്ലോ. എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഇഫ് യു. അത് കൊള്ളാലോ, എല്ലാത്തിലും സ്പീഡാണല്ലോ. ബൈ പവിത്ര, വാ നമുക്ക് പോവാം.
ഹലോ പവിത്ര. ഹായ്. ചെന്നൈ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? യാ, നന്നായിരുന്നു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ജാതകം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ആചാരങ്ങൾക്കും അനുകൂലമാണെങ്കിൽ മാത്രമേ അത് ശരിയാവൂ. അതുകൊണ്ട് അമ്മ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. അതെ. ടു ബി ഫ്രാങ്ക്, ഇപ്പൊ വരെയും ഞാൻ തന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അതെയോ? യാ, എന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രം വന്നതാ ഞാൻ. എന്റെ കാര്യം വിട്ടേക്കോ, ഇനി തന്നെ കുറിച്ച് പറ. എന്നെ കുറിച്ച് സ്പെഷ്യലായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിടെക് കംപ്ലീറ്റ് ചെയ്തു മാത്രം. സാധാരണ ഏതൊരു പെൺകുട്ടിക്കും കല്യാണം കഴിക്കുന്ന ആളെ പറ്റി സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? താൻ എന്നെ ഒരു തവണ പോലും കാണാതെ, ഒന്നും സംസാരിക്കാതെ, ഞാൻ എങ്ങനെയുള്ള ആളാന്ന് പോലും നോക്കാതെ എൻഗേജ്മെന്റിന് റെഡിയാണെന്നും പറഞ്ഞു. താൻ എങ്ങനെയാ ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. തനിക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിപ്പോ തുറന്നു പറഞ്ഞോളൂ. നിങ്ങളെ കിട്ടുന്നത് എന്റെ ഭാഗ്യ. അതിൽ എതിർപ്പ് പറയാൻ എന്തോ ഉള്ളത്? നിങ്ങളുടെ ഫോട്ടോ കണ്ടു, ഇഷ്ടായി. നിങ്ങളുടേതൊരു പേര് കേട്ട കുടുംബം. നിങ്ങൾ അവിടെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനവുമാ. ഇതിനു മുകളിൽ എനിക്ക് വേറെ എന്താ വേണ്ടേ? വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ, എനിക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്നൊക്കെ അതൊന്നും തനിക്ക് അറിയണ്ടേ? നിങ്ങളുടേത് എത്ര നല്ല ക്യാരക്ടറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലെ പരിസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളോ ദുഷിച്ച കൂട്ടുകെട്ടുകളോ ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു. ഇനി ഒട്ടും വൈകിക്കാതെ അവനെ പറ്റി പറയണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ?